ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസമാണ്. ഞാൻ രാവിലെ എണീറ്റ് കണ്ണനെന്ന് വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെയുള്ളൂ. അപ്പം എൻ്റെ ഒരു തനിയെയുള്ള ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്ന തന്നെ ഉള്ളൊരു ദിവസം എൻജോയ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക്. എനിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ ചെയ്യണമെന്നൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യാണ്, എനിക്കങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യണ വീഡിയോസാണിത്. തന്നെയുള്ളൂ ഇന്ന്. അപ്പോൾ രാവിലെ എന്ത് ചെയ്തു, കുളി കഴിഞ്ഞു. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് അടിച്ച് വാരി വിളക്ക് കത്തിച്ച് പൂജയെല്ലാം കഴിഞ്ഞ് ഞാനങ്ങനെ ചുമ്മാ ഇരുന്ന സമയത്ത് എന്നാൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലമാണിത്. ഇതൊരു വീടാണ്, ഞാൻ താമസിക്കുന്ന ഒരു വീടിൻ്റെ ഒരു പോർഷനാണിത്. ഇവർ കൂട്ടുകുടുംബ പഴയ ഒരു വീടാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ എപ്പോഴും എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും സിമെൻറ്റ് ഇട്ട് കൊടുത്തും ചാണകം എന്ത് ചെയ്യും, ഇതവർ ദീപാവലിക്ക് ചാണകം ഇട്ടതാണ്. ഇവിടുത്തെ അമ്മ ഇവിടെ ഇല്ല, അമ്മ അവരുടെ മകൻ്റെ വീട്ടിൽ പോയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ഇതിലേക്ക് ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യുകയാണ്. ഇത് പഴയ കാലത്ത് ഒരു ആട്ടുകല്ലാണ്, അങ്ങനെ അരയ്ക്കുന്നതാണ്. ഇവിടെ ആ അമ്മയുള്ളപ്പോൾ ഇതിൽ അരയ്ക്കുമായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്തെ ഒരു കുടം അവിടെ ഇരിക്കുന്നുണ്ട്. ഇതവർ പഴയ കാലത്ത് വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ആ കുടം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരകല്ലുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു പഴയ വീടാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം, ഇത് 2 പോർഷനാണ്. ഇവിടെ ഈ അമ്മ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുഴിയാണ്. എന്ന് വെച്ചാൽ നോക്കിയാൽ തന്നെ നമുക്ക് പേടി. അവരെ കിണറായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് എന്ത് ചെയ്തു, അവരത് വലുതാക്കി അങ്ങനെ എന്തോ ചെയ്താണ്, എനിക്കറിയില്ല. പക്ഷെ വലിയൊരു കുഴിയാണ്, നോക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ പാവലൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, ആ അമ്മയുള്ള സമയത്ത് ഇതൊരു നരകമാണെന്ന് തോന്നുന്നു. ആ അമ്മയുള്ള സമയത്ത് ഇവിടെ കൃഷികളൊക്കെ അമ്മ ചെയ്യും. തനിയെ അമ്മയ്ക്കുള്ള കൃഷികളൊക്കെ ചെയ്യും. മുരിങ്ങയില കണ്ടില്ലേ, പിന്നെ മുരിങ്ങയില അങ്ങനെയൊക്കെ ആണ്. ഇത് ആ അമ്മയുടെ ഒരു ഏരിയയാണ്. ഇവിടെ മത്ത കൃഷിയെല്ലാം ഉണ്ട്, മത്തയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പയറാണ്. കാല് കഴുകൽ നമ്മുടെ ഒരു വികാരമായതുകൊണ്ട് കാല് വെള്ളം കണ്ടു കഴിഞ്ഞാൽ കാലെന്ത് ചെയ്യുക, കഴുകും. പിന്നെ ഇതൊരു പോർഷൻ ഹിന്ദിക്കാർ താമസിക്കുന്നതാണ്. അവർ രാവിലെ 8 മണി ആകുമ്പോഴത്തേക്കും അവർ പോകും. പിന്നെ വൈകിട്ടേ അവർ വരത്തുള്ളൂ. നമ്മളിവിടെ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ തനിയേ ഇവിടെ ഉണ്ടാവുള്ളൂ. കണ്ണൻ രാവിലെ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. അങ്ങനെ കണ്ണനും അങ്ങനെയൊക്കെ പോവും. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോവുക. രാവിലെ ചിലപ്പോൾ ഞങ്ങൾ വേറെ ഒരു ആറുണ്ട് ഇവിടെ, അവിടെ പോയി, നിങ്ങൾ കണ്ടിട്ടില്ലേ വീഡിയോയിലൊക്കെ, അവിടെ പോയി കുളിക്കും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ അതാ കാണുന്ന തൊട്ടിയുടെ അവിടെ പോയിട്ടാണ് കുളിക്കുന്നത്. കാണുന്ന തൊട്ടിയാണ്, അവിടെയാണ് വലിയ ടാങ്കും തൊട്ടിയൊക്കെ. തൊട്ടി എന്നാണ് പറയുക, അവിടെ നിന്നാണ് കുളിക്കുക. പിന്നെ ഇതിവിടുത്തെ ഒരു തൊഴുത്താണ്. അവിടെ നമ്മൾ തുണിയൊക്കെ എന്ത് ചെയ്യും, കഴുകിയിടും. മഴയുള്ളപ്പോൾ അങ്ങോട്ട് എടുത്തിടും, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് തുണിയൊക്കെ കഴുകും. ഇത് റോഡാണ്. അവിടെ ഒരു പൈപ്പുണ്ട്, അവിടെ ചിലപ്പോൾ വെള്ളം വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഒരു ശല്യവും ഇല്ല, വളരെ മനസ്സമാധാനമുണ്ട്. കണ്ടില്ല, ഇവിടെ അങ്ങ് ഒരാളും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ തനിയെ ബോറടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടന്നപ്പം ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പം നിങ്ങൾ ഒക്കെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഞാനിടുന്ന വീഡിയോസ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്, എൻ്റെ ഇഷ്ടമാണ്. എനിക്കങ്ങനെ നാടൻ ശൈലിയിൽ
ജീവിക്കുന്നതും നാടനായിട്ട് നടക്കുന്നതും നാടൻ വേഷത്തിൽ നടക്കുന്നതും മുഷിഞ്ഞ് നടക്കുന്നതും പഴയ ഡ്രസ്സ് ഇട്ട് നടക്കുന്നതും ഒക്കെ എൻ്റെ ഫാഷനാണ്. അതൊക്കെയാണ് എനിക്കിഷ്ടം. കൂടുതലും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് അതൊക്കെ. എനിക്ക് അങ്ങനെ ഏറ്റവും പഴയതായിട്ട് കിടക്കുന്ന ഡ്രസ്സ് ഇടുക അങ്ങനെയൊക്കെ ഉള്ളത് എൻ്റെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നല്ലോണം ഒരുങ്ങാൻ തോന്നിയാൽ ഞാൻ നല്ലോണം ഒരുങ്ങും. അതൊക്കെ എൻ്റെ ഓരോ മനസ്സിൻ്റെ അന്നേരത്തെ മൂഡ് പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയൊക്കെ കണ്ടല്ലോ. അപ്പം ഞാൻ എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീണോടും വിഷ്ണു ലോകം ഞാൻ എവിടെയാണെന്ന് പറഞ്ഞാലും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യങ്ങൾക്കും ഒന്നിനും ഒരു കുറവൊന്നുമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുമുണ്ട്. എനിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ എനിക്കിട്ട് ആരെങ്കിലും മറ്റേ ഉരയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാനൊട്ട് വിടുകയില്ല. അപ്പോൾ ഉരയ്ക്കണവരൊക്കെ വളരെ സൂക്ഷിക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് പോയിട്ടുണ്ടായിരുന്നു. വയനാട് ചെന്നപ്പം എൻ്റെ വിളക്ക് തറയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇടിച്ച് പൊളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇടിച്ച് പൊളിച്ചെന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ പരിണിത ഫലം കൂടെ എന്ത് ചെയ്യും, അവനൊക്കെ അനുഭവിക്കും. അവൻ ആരാണേലും അവൻ്റെ ഏത് കൈ കൊണ്ടാണേലും ഇടിച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, രക്തം ഛർദ്ദിച്ച് അവൻ ഇഞ്ചിഞ്ചായി മരിക്കണമെന്ന് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ഞാനും ആഗ്രഹിക്കും ഞാൻ ആരാധിക്കുന്ന ദേവി അത് എന്ത് ചെയ്യും, നിശ്ചയമായിട്ട് അവനുള്ള കൂലി എന്ത് ചെയ്യും, അത് കൊടുക്കും. കാരണം എൻ്റെ കയ്യിൽ അവിടെ ഞാൻ ചിലവഴിച്ചിരിക്കുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ബാങ്കിൽ എന്ത് ചെയ്തേന്, ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ടായേനെ. ഞാൻ അത്രയും ഓരോ പ്രാവശ്യം വരുമ്പോഴേ എനിക്ക് നല്ല എമൗണ്ട് ഞാൻ ചിലവഴിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്, ഞാനത് എന്ത് ചെയ്തത് കെട്ടി അവിടെ ഞാനതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇരിക്കുന്നിടത്തൊന്നും രാവിലെ വിളക്ക് കത്തിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്നൊന്നും ഒരു സ്റ്റെപ്പും എന്ത് ചെയ്യുന്നില്ല, പുറകോട്ട് പോകുന്നില്ല. ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ഒരു ദിവസമാണ് ഞാനിവിടെ തനിയെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി വീടിനകവും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ രാവിലെ എന്ത് ചെയ്തു, വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ അങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇത് കിടക്കണ സ്ഥലമാണ്. ഇവിടെ വെള്ളം ബക്കറ്റ് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അലമാരയുണ്ട്. അവിടെ ഞാൻ മുഖം നോക്കുന്ന ഒരു കണ്ണാടിയുണ്ട്. ഇങ്ങനെ എൻ്റെ പല ഐറ്റംസും ഇതിനകത്തുണ്ട്. അത് നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി, ബ്രഷ്, പാത്രം കഴുകുന്ന സോപ്പ്, കുളിക്കണ സോപ്പ്, പാത്രം. പിന്നെ ഇവിടെ ഒരു കൊട്ടയുണ്ട്. ഇതിനൊക്കെ ഒരാൾ തന്നതാണ്. അവിടെ ഒരു രുദ്രാക്ഷം കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം എണ്ണ കുപ്പിയാണ്. ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യണം, സമയം കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, എണ്ണ തീർന്നിട്ടൊക്കെ വേണം അതൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കണം. ഇത് പിന്നെ നമ്മുടെ വിളക്കൊക്കെയാണ്. ഇവിടെ ഇന്നലെ രാവിലെ കത്തിച്ച വിളക്കിൻ്റെ എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് മാറ്റി പുതിയ വിളക്ക് എന്ത് ചെയ്ത് കഴുകി കത്തിച്ചു. രാവിലെ പൂവൊക്കെ പറിച്ച് വെച്ച്, ശംഖ്, നമ്മളുടെ ഗുരുദേവൻ്റെ ചെരുപ്പ്, എനിക്ക് പുതിയ അടയ്ക്ക പറിച്ചപ്പോൾ ആ അടയ്ക്ക കൊണ്ടുവന്ന് വെച്ചു. ശിവലിംഗം, നന്ദി, ദൈവത്തിന് വെച്ചിരിക്കുന്ന വിളക്ക്. ഇത് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കിട്ടിയ നെല്ലിക്കയാണ്. അത് കഴിച്ചിട്ടുള്ളത് അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഒരെണ്ണം കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കുടിക്കുന്ന വെള്ളം അതിനടിയിൽ വെച്ചിട്ടുണ്ട്. അടിയിൽ ഒരു സ്പേസ് ഉണ്ട്, വേസ്റ്റ് ബക്കറ്റ്, വെള്ളം, അങ്ങനെയൊക്കെയുള്ളത് കണ്ടില്ലേ, ഒരു റോസപ്പൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പോൾ ആര് തോൽപ്പിച്ചാലും ഞാൻ തോൽക്കില്ല, ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ തോക്കത്തില്ല. എനിക്ക് തോക്കുന്നതിനോട് ഒട്ടും താല്പര്യം എന്ത് ഇല്ല. എനിക്ക് എപ്പോഴും ജയത്തിനോട് മാത്രമേ താല്പര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനാണെങ്കിൽ, ഒരു മത്സരത്തിലാണെങ്കിലും പങ്കെടുക്കണമെങ്കിൽ എനിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പങ്കെടുക്കാറുള്ളൂ. ജയമില്ലാത്ത ഒരു സ്ഥലത്തും ഞാൻ എന്ത് ചെയ്യാറില്ല, നിൽക്കാറില്ല. തോൽവിയെ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ജയിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.